കേരളത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഈ ഇങ്ങനൊരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് പൂർത്തിയാക്കുന്നുള്ളൂ. അതെ, അതാണ് ഏറ്റവും പ്രധാനം. കൃത്യം 5 മാസം മുമ്പാണ് നമ്മൾ തറക്കല്ലിടൽ കർമ്മത്തിന് ഇവിടെ വന്നത്. അതെ അതെ, സെപ്റ്റംബർ 1 തങ്ങൾ ഇവിടെ കല്ലിട്ട് പോയത്. അതെ, കല്ല് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാ, കല്ലിടാൻ പോലും പറ്റാത്ത തോട്ടഭൂമിയാന്ന് പറഞ്ഞത്. ആ പറഞ്ഞവര് ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ മത്സരിച്ച് സ്റ്റോറികൾ ചെയ്യാനെന്ന്, അത് നമുക്കൊരു അഭിമാനമുള്ള നിമിഷം തന്നെ. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയം കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല തുടക്കം തൊട്ടേ ചെയ്തിട്ടുള്ളത്. അവസാനവട്ട മിനുക്ക് പണികളാണ്. മുറ്റത്തൊക്കെ ചില്ലിയൊക്കെ വിരിച്ചു, ചെടികളൊക്കെ വെച്ചു, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു യഥാർത്ഥ നമ്മുടെ ഓരോരുത്തരുടെ വീടിന്റെ ഹൗസ് വാമിങ് എങ്ങനെയാണോ അങ്ങനെ ഒരു ആഘോഷപൂർവമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. നിറയെ ആളുകൾ കാണാൻ വരികയാണ്. എന്താണ് ഇവിടെ നിൽക്കുമ്പോൾ വൃക്ഷത്തൈകള്, ചെടികള് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് വയനാടിന്റെ ഒരു പച്ചപ്പിന്റെ പ്രതീകം എന്തായാലും ഈ സൈറ്റിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആ റോഡ് കയറി വരുമ്പോൾ തന്നെ എല്ലാവർക്കും ആ ഒരു ഫീല് കിട്ടും. നിങ്ങൾ എത്ര മാസമാണ് നിങ്ങളെ പിന്നാലെ നടന്നത്? റവന്യൂ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഞാൻ എത്ര തവണ വന്നു എന്നാണ് ചോദിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഭൂമിയിൽ വീട് വെക്കാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു പദ്ധതി. അല്ല, സർക്കാരിന്റെ ഭൂമി നമുക്ക് കിട്ടിയെങ്കിൽ ഇതിലും കുറച്ചൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ചെയ്യാമായിരുന്നു. വളരെ സന്തോഷവും അതിലേറെ അഭിമാനവും നിറഞ്ഞ ഒരു സുദിനവും ഒരു നിമിഷവുമാണിത്. വലിയൊരു ഗേറ്റിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് തവണ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് തറക്കല്ലിടാനും പണിയുടെ പുരോഗതി ഷൂട്ട് ചെയ്യാനൊക്കെ. അതൊന്നും ഇല്ലാത്തൊരു സന്തോഷമുണ്ട്. ഈ വീടുകൾ, മുസ്ലിം ലീഗ് നിർമ്മിച്ച 51 വീടുകൾ നാളെ കൈമാറുകയാണ്. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? തുടക്കം പറഞ്ഞ പോലെ തന്നെ, അതായത് എല്ലാവർക്കും അഭിമാനമുള്ള സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. കാരണം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം സംഭവിച്ചതിന് ശേഷം അവരുടെ പുനരധിവാസം അതായിരുന്നു മുസ്ലിം ലീഗിൻ്റെ അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട. ആ പുനരധിവാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 51 വീടുകളുടെ താക്കോൽ കൈമാറ്റം നടക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ് നാളെ എന്ന് പറയുന്നത്. മുസ്ലിം ലീഗുകാർക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യ സ്നേഹികൾക്കും. കാരണം ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി സംഭാവന ചെയ്തവരിൽ മുസ്ലിം ലീഗുകാർ മാത്രമല്ല ഉള്ളത്, എല്ലാ വിഭാഗം ആളുകളുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാരാണ് സന്തോഷിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട പാർട്ടിയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വിപുലമായൊരു പ്രൊജക്റ്റ് ചരിത്രത്തിൽ ആദ്യമാണ്. ആ നിലക്ക് ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ്. മുസ്ലിം ലീഗ് ഒരുപാട് വീടുകൾ കൊടുത്തിട്ടുണ്ട്. ബൈത്തുർ റഹ്മായിട്ടും ഈവൻ മുസഫർ നഗറിൽ വരെ, യുപിയിലെ മുസഫർ നഗറിൽ വരെ ബൈത്തുർ റഹ്മാൻ വില്ലേജ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു സന്തോഷവും ഒരു ആഘോഷ ഫീലൊക്കെ ഇവിടെ ഉണ്ട്. ഒന്നാമത് ഇങ്ങനത്തെ ദുരന്തബാധിതരെ ഇപ്പൊ ഈവൻ സർക്കാരിന്റെ ടൗൺഷിപ്പ് പോലും എന്തില്ല സമർപ്പിച്ചിട്ടില്ല. അതിനു മുമ്പാണ് മുസ്ലിം ലീഗ് പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ ഒരു സമാന്തര സർക്കാരായിട്ട് പ്രവർത്തിക്കുന്നത്. അതിന്റെ ഒരു ആവേശമായിരിക്കും ഇവിടെ കാണുന്നതല്ലേ? തീർച്ചയായും. അതായത് അങ്ങനെ ഒരു താരതമ്യത്തിന് പ്രസക്തിയില്ല. നമ്മൾ 1700 കോടി കൈവശമുള്ള സർക്കാരിനോട് 37 കോടി കൈവശം. 37 കോടി ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്? അത് ചെറിയൊരു എമൗണ്ട് അല്ല, അതൊരു പ്രവാഹം കടക്കെ ഒഴുകി എത്തുകയായിരുന്നു അന്ന്. അതെ അതെ, മുമ്പ് അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ലേനോ? വേറെ ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഇത്ര വലിയ എമൗണ്ട് പിരിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല അങ്ങനത്തെ ഒരു സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി. ലീഗിനെ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകൾ അവരാണ് സംഭാവന നൽകിയത്. ലീഗിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് സർക്കാരിൻ്റെ വീട് വേണ്ട എന്ന് പറഞ്ഞിട്ട് 105ഓളം ആളുകൾ മുസ്ലിം ലീഗിൻ്റെ വീട് സ്വീകരിക്കുന്നതും. കൃത്യം 5 മാസം മുമ്പാണ് നമ്മൾ തറക്കല്ലിടൽ കർമ്മത്തിന് ഇവിടെ വന്നത്. അതെ അതെ, സെപ്റ്റംബർ 1 തങ്ങൾ ഇവിടെ കല്ലിട്ട് പോയത്. അതെ, കല്ല് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാ, കല്ലിടാൻ പോലും പറ്റാത്ത തോട്ടഭൂമിയാന്ന് പറഞ്ഞത്. ആ പറഞ്ഞവര് ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ മത്സരിച്ച് സ്റ്റോറികൾ ചെയ്യാനെന്ന്, അത് നമുക്കൊരു അഭിമാനമുള്ള നിമിഷം തന്നെ. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയം കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല തുടക്കം തൊട്ടേ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പ്രൊജക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് മേപ്പാടി പഞ്ചായത്തിലാണെന്നുള്ളത്. അതെ, ഇപ്പോൾ സർക്കാരിനോട് വരെ ഈ ദുരന്തബാധിതർ ആവശ്യപ്പെട്ടതാണ്, ഞങ്ങൾക്ക് മേപ്പാടി പഞ്ചായത്തിൽ സ്ഥലം കിട്ടിയാൽ നന്നായി. കാരണം വൈകാരികമായിട്ട് അവർക്ക് ബന്ധമുള്ള വീടുകൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലാണ്. അതെ അതെ. അപ്പോൾ ഈ മേപ്പാടി എന്ന് പറയുന്ന അവർക്ക് വൈകാരികമായിട്ട് ബന്ധമുള്ള ഒരു പഞ്ചായത്ത് എന്നുള്ള നിലക്ക് അവരുടെ കൂടെ ആവശ്യം പരിഗണിച്ചിട്ടാണ് ഈ മേപ്പാടിയിൽ മുട്ടിൽ, അതുപോലെ തന്നെ മേപ്പാടി സംസ്ഥാന പാതയോട് ചേർന്നുള്ള ഒരു സ്ഥലം വെള്ളിത്തോട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വീട് നിർമ്മിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചു. വീട് മാത്രമല്ല, നമ്മൾ ടൗൺഷിപ്പ് എന്നാണ് പറഞ്ഞിരുന്നത് മുസ്ലിം ലീഗ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഒരു ഒഴിഞ്ഞ സ്പേസ് ആണ്. ഈ ഒഴിഞ്ഞ എല്ലായിടത്തും വീടുകളുണ്ട്. ഒരു വീട് 8 സെൻറ്റിലാണ്. ഈ സ്പേസിൻ്റെ പ്രത്യേകത, ഇതൊരു കമ്മ്യൂണിറ്റി ഹാൾ വരാനുള്ള സ്പേസ് ആണ്. ടൗൺഷിപ്പിലെ കമ്മ്യൂണിറ്റി ഹാൾ വരാനുള്ള സ്പേസ് ആണ് ഇത്. ആദ്യഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് വീട് കൈമാറേണ്ടതുകൊണ്ട് ഇത് നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അടുത്ത ഘട്ടമാകുമ്പോൾ തന്നെ എന്ത് ചെയ്യും,
ഈ കമ്മ്യൂണിറ്റി സെന്ററും അതേപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്ക് അതിനുള്ള സ്പേസുകളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു സമ്പൂർണ്ണ ടൗൺഷിപ്പിലോട്ട് ഇത് അടുത്ത ഘട്ടത്തോടു കൂടി ഇത് മാറുന്നതാണ്. അതായത് ഈ വീടുകൾക്ക് പ്രത്യേകതയുണ്ട്, അതുപോലെ തന്നെ ഈ ടൗൺഷിപ്പിനും പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഹാള്, ചിൽഡ്രൻ പാർക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ സഖാക്കൾ നമ്മൾ സ്കൂൾ തുടങ്ങണം എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ സമീപ പ്രദേശത്ത് തന്നെ ധാരാളം സ്കൂളുകളുണ്ട്, അംഗനവാടികളൊക്കെ പുറത്തുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്, CBSE സ്കൂളുണ്ട്, ഒരുപാട് സ്കൂളുകൾ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ധാരാളമായിട്ടുണ്ട്. ഈ 1060 സ്ക്വയർ ഫീറ്റ് എന്ന് വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പുതിയ സൈബർ സഖാക്കൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ പോയാൽ അവർക്ക് ഈ BPL കുടുംബത്തിൽ നിന്ന് അവർ ഔട്ടാവും, അവർക്ക് ആനുകൂല്യങ്ങളും കിട്ടൂല. അതുകൊണ്ടാണ് ഞങ്ങളെ സർക്കാർ 1000-ൽ നിർത്തി എന്നൊക്കെ പറഞ്ഞത്. അതിലൊക്കെ വലിയ വസ്തുതയുണ്ടോ? അതായത് പിന്നെ 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീടുള്ളവർ BPL നിന്ന് ഔട്ടാവും എന്നൊരു നിയമമല്ല. അതായത് 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീടുള്ളവരും BPL-ലുണ്ട്. അവർക്കൊരു 1 ഏക്കർ കൂടുതൽ പുരയിടം ഉണ്ടാവുക, അതുപോലെ തന്നെ 4 ചക്ര വാഹനം ഉണ്ടാവുക. ഇതിലേതെങ്കിലും ഒന്ന് പിന്നെ കൂടുതലുണ്ടെങ്കിലേ അവർ BPL പട്ടികയിൽ നിന്ന് ഔട്ടാവുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ KT ജലീൽ അടക്കമുള്ള അല്പന്മാർ പറഞ്ഞത് ലീഗിന്റെ വീടുകൾ ട്രെയിൻ പോലെയാണ്, ലയം പോലെയാണ്, വീടുകൾ തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുകയാണെന്നൊക്കെയാണ്. ഇപ്പോൾ 2 വീടുകളുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എവിടെയാണ് അവർ പറഞ്ഞ ആ ഒരു സ്പേസ് നിങ്ങൾ എവിടെയും കണ്ടോ? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അതായത് കൃത്യമായിട്ടുള്ള അകലം 2 വീടുകളും തമ്മിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ വീടുകൾ തമ്മിലാണെങ്കിലും ഇനി ആ ഭാഗത്തുള്ള എല്ലാ വീടുകളും 8 സെന്റിലാണ്. 8 സെന്റിലാണ്. മാത്രമല്ല കൃത്യമായ അകലമുണ്ട്. പിന്നെ ഇതിനകത്തുള്ള സൗകര്യങ്ങൾ അത്രത്തോളം നമ്മൾ പറയേണ്ടതുണ്ട്. അതായത് 3 ബെഡ്റൂം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മുകളിലേക്ക് ഉയർത്താതിരിക്കാൻ തക്കതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പൊ ഈ സ്പേസ് ഇനി മുകളിലോട്ടൊക്കെ കോണിയൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അല്ല, 3 ബെഡ്റൂം ഉണ്ടെങ്കിൽ തന്നെ ഒരു ശരാശരി കുടുംബത്തിൽ വീടുകൾക്ക് തന്നെ അടിയിൽ 2 ബെഡ്റൂമും ബാക്കി മുകളിലേക്കാണല്ലോ എടുക്കുന്നത്. ഇതിപ്പോ കിച്ചണിന്റെ ഏരിയ ആണെന്ന് തോന്നുന്നത്. കിച്ചണും അതിന് പുറമെ വർക്ക് ഏരിയ ഉണ്ട്. സാധാരണ ഒരു വീട്ടിൽ എന്തൊക്കെയാ വേണ്ടത് അത് അതേപോലെ തന്നെ ഉണ്ട്. ഈ കിച്ചണിന്റെ ഏരിയയിൽ തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അവസാനവട്ട മിനുക്ക് പണികളാണ്. മുറ്റത്തൊക്കെ ചില്ലിയൊക്കെ വിരിച്ചു, ചെടികളൊക്കെ വെച്ചു, ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു യഥാർത്ഥ നമ്മുടെ ഓരോരുത്തരുടെ വീടിന്റെ ഹൗസ് വാമിങ് എങ്ങനെയാണോ അങ്ങനെ ഒരു ആഘോഷപൂർവമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. നിറയെ ആളുകൾ കാണാൻ വരികയാണ്. എന്താണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ നിൽക്കുമ്പോൾ? വൃക്ഷത്തൈകള്, ചെടികള് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് വയനാടിന്റെ ഒരു പച്ചപ്പിന്റെ പ്രതീകം എന്തായാലും ഈ സൈറ്റിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആ റോഡ് കയറി വരുമ്പോൾ തന്നെ എല്ലാവർക്കും ആ ഒരു ഫീല് കിട്ടും. അതായത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ട് മൂടുള്ള ഫീല് തന്നെ ഇതിൽ കിട്ടും. ഇപ്പം ഇന്നലെ ഒരു ചാനലിൽ ഒരാൾ പറഞ്ഞത് കയറി താമസിക്കാൻ തോന്നുന്നുണ്ട്. അതെ, അത് ആരാ പറഞ്ഞത് നമ്മൾ പറയുന്നില്ല, എല്ലാവരും കേട്ടിട്ടുണ്ട്. അത് നമ്മൾ വീടിന്റെ അകത്തേക്ക് പോവാണ്. സിറ്റ് ഔട്ടിൽ തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. നേരെ ഹാളിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ലിവിംഗ് റൂം, പിന്നെ ഇവിടെ ഈ ഭാഗത്ത് സോഫ സെറ്റ്, അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഡൈനിങ് ഹാൾ, ഡൈനിങ് ടേബിള്, അതുപോലെ തന്നെ 3 റൂമുകളാണ്. വിശാലമായ റൂം. ഇതിന് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട റൂം. ഒരു മാസ്റ്റർ ബെഡ്റൂം പറയാം. അതെ. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആണ്. ഇതില് ഈ ബെഡ്റൂമിലാണ് അലമാരയും പിന്നെ കട്ടിലും കൊടുക്കുന്ന ഒന്ന്. പിന്നെ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. ഈ പ്ലംബിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. അതെ, എല്ലാം വാട്ടർ ഒക്കെ വരുന്നുണ്ട്. ഇലക്ട്രിസിറ്റി അതേപോലെ പ്ലംബിംഗ് ഒക്കെ എല്ലാ വർക്ക് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത്. ഏറ്റവും പിന്നെ ബ്രാൻഡഡ്. ഇനി വേറെ റൂം, ഈ 2 റൂമുകൾ ഇത് പ്രത്യേകിച്ച് പറയണം. അതായത് ഈ 2 റൂമുകൾ പിന്നെ അതിന്റെ സെൻട്രലായിട്ടാണ് ഒരു കോമൺ ബാത്റൂം. ഈ 2 റൂമിനും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ബാത്റൂം. അതും അത്യാവശ്യം സ്പേസ് ഉള്ള ബാത്റൂമാണ്. 3 ബെഡ്റൂമുകളിലേക്കും പിന്നെ കട്ടിലും അതുപോലെ തന്നെ ഒരു അലമാര. 3 ബെഡ്റൂമിലും കട്ടിലുണ്ട്. ഒരു ബെഡ്റൂമിൽ അലമാര, 3 ബെഡ്റൂമിൽ കട്ടില്. അതെ, അത്രയും നമ്മൾ കൊടുക്കുന്ന മുസ്ലിം ലീഗ് കൊടുക്കുന്ന സൗകര്യങ്ങൾ അതൊക്കെയാണ്. ഇത് കോമൺ ബാത്റൂം. അതെ, അതുപോലെ ഇത് പിന്നെ കിച്ചൺ. ഇതാണ് കിച്ചൺ അത്യാവശ്യം സൗകര്യം, സ്പേസ് ഉള്ള കിച്ചണും അതുപോലെ തന്നെ വർക്ക് ഏരിയ. ഇവിടെ കിച്ചന്റെ വർക്ക് ഏരിയ ഏതൊരു വീടിനും അനിവാര്യമാണ്. അതെ, വാട്ടർ കണക്ഷൻ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളായി.
ഇപ്പോൾ ഒന്നാം ഘട്ടമാണ് നമ്മൾ ഇവിടെ പൂർത്തിയായത്. രണ്ടാം ഘട്ടം അപ്പുറത്ത് തൊട്ടടുത്തുള്ള സൈറ്റിൽ തന്നെ പണി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അതിന്റെ വരവ് ചെലവ് കണക്കിലൊക്കെ ഇപ്പോൾ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കെ രാഗേഷ് കണ്ണൂരിൽ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും അല്ലേ? അത് പാർട്ടിക്കാരോട് ബോധ്യപ്പെടുത്തിയാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ല, ജനങ്ങൾക്ക് ആർക്കും ഏത് സമയത്തും പരിശോധിക്കാവുന്ന തലത്തിലാണ് മുസ്ലിം ലീഗ് ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫോർ വയനാട് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയാൽ ആർക്കും ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് മുകളിൽ വരവ് കാണിക്കും, അതിൻ്റെ തൊട്ട് താഴെ ക്യാമറ വൈഡ് ലെൻസ് കൊണ്ട് കാണൂല, പിന്നെ ചെലവഴിച്ച തുക കാണിക്കും. എന്തിനൊക്കെ ചെലവഴിച്ചു? ഈ ചെലവഴിച്ച തുകയിൽ ക്ലിക്ക് ചെയ്താൽ ഭൂമി ഏറ്റെടുക്കാൻ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ അല്ല, നമ്മൾ ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു സംഗതി മെൻഷൻ ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നിയമസഭയിൽ ഒരു സ്പീച്ച്, ഒരു അതിവൈകാരികമായ ഒരു സ്പീച്ച് ഉണ്ട്. നിങ്ങൾ എത്ര മാസമാണ് നിങ്ങളെ പിന്നാലെ നടന്നത്? റവന്യൂ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഞാൻ എത്ര തവണ വന്നു എന്നാണ് ചോദിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഭൂമിയിൽ വീട് വെക്കാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു പദ്ധതി. അല്ല, സർക്കാരിന്റെ ഭൂമി നമുക്ക് കിട്ടിയെങ്കിൽ ഇതിലും കുറച്ചൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ചെയ്യാമായിരുന്നു. കാരണം പക്ഷേ ഒരു അപ്രതീക്ഷിത ചെലവാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലം ഏറ്റെടുക്കൽ ഉണ്ടായത്. അത് വലിയൊരു ചെലവ് മേപ്പാടിയിൽ തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധാവസ്ഥ കൂടി നമുക്കുണ്ടായിരുന്നു. അത് നമ്മുടെ പിന്നെ ഗുണഭോക്താക്കളുടെ താല്പര്യപ്രകാരമാണ് മേപ്പാടി എന്നത് സെലക്ട് ചെയ്ത്. ഞാൻ ആ കണക്ക് ഇതിലിപ്പോൾ ചെലവുകൾ, റിലീഫ് പ്രവർത്തനങ്ങൾ, പിന്നെ അഡ്മിനിസ്ട്രേഷൻ ചെലവ്, പെർമിറ്റ് ഫീസ്, നിർമ്മാണത്തിൻ്റെ ചെലവ്, ഭൂമി വാങ്ങിയ വിവരങ്ങൾ. അപ്പോൾ ഭൂമി വാങ്ങിയ വിവരങ്ങൾ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്താൽ കൃത്യമായിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ പിന്നെ റിലീഫ് കൊടുത്തത്, ടാക്സി ജീപ്പ് കൊടുത്തത്, അങ്ങനത്തെ വ്യാപാരികൾക്ക് കൊടുത്തത്, അടിയന്തര സഹായം, ഇങ്ങനെ എല്ലാ കണക്കുകളും ചെലവുകൾ വളരെ കൃത്യമായിട്ട്. ഇപ്പോൾ ഇതിനകത്ത് ചെലവ് മൊത്തത്തിൽ 27 കോടിയിലധികം, 27 കോടി 60 ലക്ഷമാണ് ചെലവ് കാണിക്കുന്നത്, ഇതുവരെയുള്ള ചെലവ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈസ തീരാറായി. അതാണ് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അതായത് 36-37 കോടിയാണ് നമ്മൾ പിരിച്ചെടുത്തത്. അല്ല, അതിനാണ് ഇപ്പോൾ തങ്ങളൊരു ആഹ്വാനം വന്ന് നമുക്ക് ഫണ്ട് സമാഹരിക്കണം. ആപ്പ് വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആപ്പ് ഓപ്പൺ ആണ്. ഇപ്പോൾ 24-ാം തീയതി മുതൽ ഓപ്പൺ ആണ്. വരുന്ന 10-ാം തീയതി വരെ, അതായത് മാർച്ച് 10-ാം തീയതി വരെ ആർക്കും ഫോർ വയനാട് ആപ്പ് ഓപ്പൺ ചെയ്ത് അവരുടെ പിന്നെ ഡൊണേഷൻ ഇതിൽ കൊടുക്കാമെന്ന് മാത്രമല്ല അവരുടെ പേരടക്കം എല്ലാ വിവരങ്ങളും ഇതിനകത്ത് കാണുകയും ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു സർക്കാർ പോലും, സർക്കാരിനൊക്കെ ചെയ്യാവുന്നൊരു കാര്യമാണ്. സർക്കാർ പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൻ്റെ സംഭാവന കൊടുത്തതും ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങൾക്ക് അതിൻ്റെ വരവും ചിലവൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും. പക്ഷേ ദൗർഭാഗ്യവശാൽ സർക്കാർ പോലും ഇത്രയും സുതാര്യമായിട്ട് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്ന് തോന്നുന്നത്. നാളെ ഇപ്പോൾ പരിശുദ്ധ റമളാനാണ്, നോമ്പുണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെ ആളുകൾ ഇന്ന് തലേ ദിവസം തന്നെ ഇങ്ങോട്ട് ഒഴുകുകയാണ്. നമുക്കൊരു ഫ്രെയിം വെക്കാൻ പറ്റുന്നില്ല. ആ രൂപത്തിൽ ആളുകളുടെ ഒരു തിരക്കാണ്. ഒരു സ്വന്തം വീടിൻ്റെ, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഒക്കെ ഹൗസ് വാമിങ് കഴിഞ്ഞ് എൻ്റെ ഒക്കെ ചെറുപ്പത്തിലാണ്, 4-ാം വയസ്സിൽ എന്തൊക്കെയാണ് ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ആ ഒരു ഫീൽ ഇവിടെ വന്നാൽ കിട്ടുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ മുസ്ലിം ലീഗുകാരനും ഇവിടെ വരുമ്പോൾ ഓരോ സ്വന്തം വീട് കുടിയിരിക്കുന്ന വീട് കയറിയിരിക്കുന്ന ഫീലാണ്. ഇപ്പോൾ ഇനി പാലക്കാട് നിന്ന് എന്നെ വിളിച്ചിരുന്നു, ഞങ്ങൾ വരുന്നുണ്ട് പറഞ്ഞിട്ട്. അതായത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ നാളെ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരുന്നവരുണ്ട്, നാളെ വരുന്നവരുണ്ട്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായ ഒരു നിമിഷമാണ് എന്ന് തന്നെ പറയാം.